ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത് ദ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ന്യൂസാണ്. ഇന്ന് തീയതി 24 ഡിസംബർ 2025. പ്രധാന വാർത്തകൾ നോക്കാം. ബംഗ്ലാദേശ് പ്രൊട്ടസ്റ്റ് റാലി ഔട്ട്സൈഡ് ഇറ്റ്സ് ഡൽഹി മിഷൻ. ഓവർ 24 lakh voters ഔട്ട് ഓഫ് SCR ഡ്രാഫ്റ്റ് റോൾ ഇൻ സ്റ്റേറ്റ്. നമുക്കൊരു ചെറിയ വാർത്ത വായിക്കാം. ഒരു ചെറിയ വാർത്തയുണ്ട്. ഷോപ്സ് ഷട്ട് അമിഡ് ടെൻഷൻ ഓവർ കോസ്റ്റൽ ഹൈവേ സർവേ. ഷോപ്സ് എന്ന കച്ചവട സ്ഥാപനങ്ങൾ, ഷട്ട് എന്ന അടച്ചു, അമിഡ് എന്ന് പറഞ്ഞ ഇടയിൽ, ടെൻഷൻ എന്ന് പറഞ്ഞ സംഘർഷം, കോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരദേശം, ഹൈവേ സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈവേ സർവേ. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഉണ്ടാവുക, തീരദേശ ഹൈവേ സർവേ ആശങ്കയിൽ കടകൾ അടച്ചിട്ടു. ഇനി നമുക്ക് വാർത്തയിലേക്ക് പോവാം. ടെൻഷൻ പ്രിവെയിൽഡ് ഇൻ തലശ്ശേരി ഓൺ ട്യൂസ്ഡേ ഫോളോയിങ് പ്രൊട്ടസ്റ്റ് ബൈ ട്രേഡേഴ്സ് ആൻഡ് ഹെഡ്ലോഡ് വർക്കേഴ്സ് അഗെയിൻസ്റ്റ് ദ കോസ്റ്റൽ ഹൈവേ സർവേ, പ്രോംപ്റ്റിംഗ് ദ ക്ലോഷർ ഓഫ് ഷോപ്സ് ഇൻ കീ കൊമേഴ്ഷ്യൽ ഏരിയാസ്. വേർഡ് മീനിങ് നോക്കാം. ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘർഷം, പ്രിവെയിൽഡ് എന്ന് പറഞ്ഞാൽ നിലനിന്നു, ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടർന്ന്, പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രതിഷേധം, ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടക്കാർ, ഹെഡ്ലോഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ചുമട്ട് തൊഴിലാളികൾ, എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിരെ, കോസ്റ്റൽ എന്ന് പറഞ്ഞാൽ തീരദേശ, പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേരിപ്പിക്കുക, ക്ലോസർ എന്ന് പറഞ്ഞാൽ അടയ്ക്കുക, കീ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട, കൊമേഴ്ഷ്യൽ വ്യാപാര വാണിജ്യ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേഖല. അപ്പം നമുക്ക് മൊത്തത്തിലുള്ള മീനിങ് നോക്കാം. തലശ്ശേരിയിൽ ചൊവ്വാഴ്ച തീരദേശ ഹൈവേ സർവേക്കെതിരെ വ്യാപാരികളും ചുമട്ട് തൊഴിലാളികളും നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് സംഘർഷാവസ്ഥ നിലനിന്നു. പ്രധാന വാണിജ്യ മേഖലകളിലെ കടകൾ അടച്ചിട്ടു. അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. The situation escalated when traders and headload workers gathered in anticipation of the arrival of survey officials. വേർഡ് മീനിങ് നോക്കാം. ദി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സാഹചര്യം, എസ്കലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂക്ഷമായി, സ്ഥിതി രൂക്ഷമായി എന്നർത്ഥം. വെൻ ട്രേഡേഴ്സ് ആൻഡ് ഹെഡ്ലോഡ് വർക്കേഴ്സ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചുമട്ട് തൊഴിലാളികൾ, ഗേതേഡ് പറഞ്ഞാൽ ഒത്തുകൂടി, ഒത്തുചേർന്നു. പിന്നെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷയിൽ, ഓഫ് അറൈവൽ എന്ന് പറഞ്ഞാൽ വരവ്, എത്തൽ അർത്ഥം. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള മീനിങ് ഉണ്ടാവുക, സർവേ ഉദ്യോഗസ്ഥർ എത്തുമെന്ന പ്രതീക്ഷയിൽ വ്യാപാരികളും ചുമട്ട് തൊഴിലാളികളും ഒരുമിച്ച് കൂടിയതോടെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായി. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. A heavy police contingent was deployed amid apprehensions of a possible confrontation. Subsequently, traders held a meeting and decided to shut shops as a mark of protest. Word meaning നോക്കാം. ഹെവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനത്ത, കണ്ടിൻജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് സംഘം, സേനാ സംഘം എന്നൊക്കെ അർത്ഥം. ഡിപ്ലോയിഡ് പറഞ്ഞാൽ നിയോഗിച്ചു, വിന്യസിച്ചു. അമിഡ് എന്ന് പറഞ്ഞാൽ ഇടയിൽ. അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ആശങ്കകൾ. പോസിബിൾ എന്ന് പറഞ്ഞാൽ സാധ്യതയുള്ള. കോൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞാൽ സംഘർഷം, സംഘടനം, ഏറ്റുമുട്ടൽ. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള മീനിങ് ഉണ്ടാവുക, ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ എന്ന ആശങ്കകൾക്കിടെ കനത്ത പോലീസ് സന്നാഹത്തെ നിയോഗിച്ചു. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. Subsequently, traders held a meeting and decided to shut shops as a mark of protest.
വേർഡ് മീനിങ് നോക്കാം. സബ്സിക്വൻ്റ്ലി പറഞ്ഞാൽ തുടർന്ന്, ട്രേഡേഴ്സ് കച്ചവടക്കാർ, ഹെൽഡ് പറഞ്ഞാൽ നടത്തി, മീറ്റിംഗ് യോഗം, ആൻഡ് ഡിസൈഡഡ് പറഞ്ഞാൽ തീരുമാനിച്ചു, ഷട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടയ്ക്കുക, മാർക്ക് പറഞ്ഞാൽ സൂചന, പ്രൊട്ടസ്റ്റ് പറഞ്ഞ പ്രതിഷേധം. അപ്പോൾ ഈ സെൻറ്റൻസിന് മൊത്തത്തിലുള്ള അർത്ഥം ഉണ്ടാവുക, തുടർന്ന് വ്യാപാരികൾ യോഗം ചേർന്ന് പ്രതിഷേധ സൂചകമായി കടയടയ്ക്കാൻ തീരുമാനിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്ത അവസാനിപ്പിക്കാം. നാളെ പുതിയ വാർത്തയുമായി കാണാം. ടിൽ ദെൻ ബൈ.